അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖം തന്നെ, അൽഹംദുലില്ലാ. അങ്ങനെ പോകണം, വലിയ കുഴപ്പമൊന്നുമില്ല. 8-10 എന്നും പറയണ മാതിരി തന്നെ അങ്ങനെ പോകണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിക്കണം എന്താ അറിയോ, വളരെ സന്തോഷമായൊരു കാര്യം പറയാം. കാരണം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് കിട്ടിയ രണ്ടാമത്തെ സന്തോഷം. എനിക്ക് കിട്ടുന്നത് മാത്രമല്ല എനിക്ക് സന്തോഷം, എൻ്റെ ലൈവിലൂടെ ഞാൻ മുഖേന മറ്റുള്ളവർക്ക് കിട്ടുന്നതും എനിക്ക് സന്തോഷമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് ഒരുപാട് സ്തുതി പറയുന്നു ഞാൻ. അപ്പോൾ ഒരാഴ്ച മുമ്പാണ് എൻ്റെ ലൈവിലൊരു പെൺകുട്ടി വന്നത്. പെൺകുട്ടി എന്ന് വെച്ചാൽ ഒരു പെണ്ണ് വന്നത്. ഞാൻ പെണ്ണെന്ന് പറയാം. അവൾക്ക് 4 മക്കളാണ്, 3 പെൺകുട്ടികളും ഒരാൺകുട്ടി. ഈ ഒരാൺകുട്ടി ചെറിയ ആൺകുട്ടിയാണ്. അതിനൊരു 6, 7, 10 വയസ്സിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൂത്തത് 3 പെൺകുട്ടികളാണ്. ഇവരുടെ ബാപ്പ മരിച്ചു പോയിട്ടുണ്ട്. ഈ കുട്ടികൾ എത്തിയും കുട്ടികളാണ്. അപ്പോൾ ഒരാഴ്ച മുമ്പേ പറഞ്ഞാൽ കുറച്ച് ദിവസമായി വന്നിട്ട്, ലൈവിൽ വന്നിട്ട് ഒരാഴ്ച മുമ്പേ അവളെൻ്റെ ലൈവിൽ ഗ്രീം എടുത്തു. ഒരുപാട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ അവസ്ഥകളും ഇതൊക്കെ ഇങ്ങനെ ലൈവിലൂടെ പറയാൻ തുടങ്ങി. അങ്ങനെ അപ്രതീക്ഷിതമായി 2 ദിവസം മുമ്പ് അവൾ പറഞ്ഞു, മൂത്ത മോളെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പള്ളി കമ്മിറ്റിയോടും അല്ലാത്തവരോടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് കല്യാണം നടത്തേണ്ടത്. എൻ്റെ കയ്യിലൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആത്മാർത്ഥമായാണ് നീ പറയുന്നതെങ്കിൽ അള്ളാഹു നിൻ്റെ കൂടെ ഉണ്ടാവും. ഏതെങ്കിലും വഴി അത് നിനക്ക് നേടിയെടുക്കാം എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ദുആ ചെയ്യാം, എല്ലാവർക്കും ദുആ ചെയ്യാം, നീയും ദുആ ചെയ്യും, ഞങ്ങളെല്ലാവരും ദുആ ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ മക്കളും സഹോദരന്മാരെല്ലാവരും പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാമെന്ന്. ഇന്നലെ അവൾ വീണ്ടും വന്നു. എനിക്കത് പറയുമ്പോഴത്തേന് സന്തോഷം കൊണ്ടാണ് കേട്ടോ ചെറിയ വരുന്നത്. ഇന്നലെ 2-3 ദിവസം അവൾ വന്നില്ല. പിന്നെ കാരണം ഇതിൻ്റേതായ ഓട്ടത്തിൽ ഭർത്താവില്ലല്ലോ, അപ്പോൾ അവൾ തന്നെ ഓടി നടക്കണ്ടേ. അപ്പോൾ ഇന്നലെ ആദർശികമായിട്ട് അവൾ ലൈവിൽ വന്ന് പിന്നെ ഇങ്ങനെ ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവൾ പറഞ്ഞു, താത്ത എനിക്ക് പേടിയാവണു, കല്യാണം അടുത്ത മാസം 6-ാം തീയതിയാണ്, ദിവസങ്ങൾ അടുത്ത് വരുന്നു, ഒന്നും കിട്ടിയിട്ടില്ല, എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞിട്ട് കരയണ 2 ഇമേജ് ഇട്ടു. ആ സമയത്തേക്ക് എൻ്റെ മരുമോള്, എൻ്റെ മോൻ വന്നില്ല, എൻ്റെ മരുമോള് ആ ലൈവിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സഹോദരന്മാരും ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പറയുന്ന കേട്ടപ്പോൾ അവർ പറഞ്ഞു, പാവാണ്, കാരണം ഒരു എത്തിയമായ കുട്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കാം, നമ്പർ വാങ്ങിക്ക് ഉമ്മച്ചിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ വാങ്ങിച്ച് ഞാൻ അതിലൂടെ ഇടപെട്ട എനിക്ക് തോന്നി അതെൻ്റെ ഇതിന് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കണവർ ഫുള്ളായിട്ട് ഞാൻ വിചാരിക്കണമാതിരി തന്നെ വിചാരിച്ചോളണമെന്നില്ല, വേറെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ആ സമയത്താണ് എൻ്റെ മരുമോള് ലൈവിൽ ഉണ്ട്. അപ്പോൾ ഇവളിങ്ങനെ അന്വേഷിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണെന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ ഈ സഹോദരി പറയുകയും ചെയ്തു. ഉടൻ തന്നെ അവൾക്കതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി, എൻ്റെ മരുമോൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പെണ്ണിനോട് പറഞ്ഞു, ഈ 4 കുട്ടികളില്ല സഹോദരിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ ഉടൻ തന്നെ നിനക്ക് ഞാൻ ബ്ലൂ തരുന്നു, നീ ആ ചാനലിൽ പോയി, അവൾക്ക് ചാനലുണ്ട്, അപ്പോൾ ആ ചാനലിൽ പോയി സബ് ചെയ്തിട്ട് അവളെ ഇതിൻ്റെ കമൻറ്റിൻ്റെ അടിയിലേക്ക് കമൻ്റ് ഇട്ട്, വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ട് നിങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഇത് സംസാരിക്കുന്നത് എൻ്റെ ലൈവിൽ വരുന്നതും ഒന്നിച്ച് നടന്നുകൊണ്ടിരുന്നു. ലാസ്റ്റ് നോക്കുമ്പോൾ ഇവർ 2 പേരും ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ അകലെയുള്ളൂ ഇവരെ വീട് തമ്മിൽ, എൻ്റെ മരുമകളുടെ വീടും ഈ പെണ്ണിൻ്റെ വീടുമായിട്ട്. ഉടനെ അവൾ പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് എൻ്റെ മരുമകൾ അവളെ ഉമ്മാക്ക് വീഡിയോ കോൾ ചെയ്ത് അവളെ കണ്ട് അൽഹംദുലില്ലാ ആ മോൾക്ക് 1.5 പവൻ്റെ സ്വർണം വാങ്ങാനുള്ള പൈസ ആ സെക്കൻഡ് തന്നെ എടുത്ത് കയ്യിൽ കൊടുത്തു. കല്യാണത്തിൻ്റെ ചിലവുണ്ടല്ലോ, കാറ്ററിംഗ് ചിലവ്, അത് ഫുള്ളായിട്ട് എൻ്റെ മകൻ എടുത്തോളാം എന്നുള്ള വാഗ്ദാനവും കൊടുത്തു. അത് കയ്യിൽ കിട്ടിയിട്ട് നേരെ ആ ലൈവ്, എൻ്റെ ലൈവ് തീർന്നിട്ടില്ല കേട്ടോ, ഈ സമയം കൊണ്ട് അതൊക്കെ സംഭവിക്കണം.
എൻ്റെ ലൈവിലേക്ക് 5:45 6 മണിയാകുമ്പോൾ അവൾ ഓടി വന്നിട്ട് ഒരുപാട് സന്തോഷത്തിൽ അവൾ കരയുകയും ചെയ്യുന്നുണ്ട്, ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നോട് പറയുന്നുണ്ട്. എല്ലാവരും ഇത് കാണുന്നുണ്ട്. മെസ്സേജ് ഇടാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കൈ വിറക്കുകയാണ്, എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കൈ വിറക്കുകയാണ് താത്ത, എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു സാരമില്ല, സന്തോഷം കൊണ്ടല്ലേ, സാരമില്ല, നീ ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ സമാധാനമായിട്ട് പോയിരിക്ക്, നാളെ വന്നാൽ മതി, നാളെ വന്നാൽ ഇന്ന് സമാധാനത്തിലിരിക്കുന്നു. അപ്പോൾ നമ്മളെ ലൈവും കൊണ്ട് ഇതിൻ്റെ മുമ്പേ എൻ്റെ ലൈവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്ക് 5000 സബ്ബേ ഉള്ളൂ. പലവരും എൻ്റെ ലൈവിൽ ഞാനത് പറയുമ്പോൾ എന്നെ കളിയാക്കിയിരുന്നു. നിരന്തരമായിട്ട് 10-15 ദിവസം ഞാൻ അതിനു വേണ്ടി ഓരോന്ന് പറഞ്ഞിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരിക്ക് വേണ്ടി ഒരു വീൽ ചെയറിൻ്റെ കാര്യം. പക്ഷേ പലരും എന്നെ കളിയാക്കി. പക്ഷേ അതും അള്ളാഹു സാധിപ്പിച്ചു തന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് അവളെല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഈ സഹോദരിക്കും അത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നന്മയുള്ള മനുഷ്യന്മാരുള്ളിടത്തോളം കാലം യതീമായ മക്കളും അർഹതപ്പെട്ട പാപങ്ങളും അത് വാങ്ങട്ടെ, ചെയ്യട്ടെ. എനിക്കതിലൊരു ബന്ധം ഉണ്ടായിട്ടില്ല. അവർ തമ്മിൽ നേരെ ഡയറക്റ്റായിട്ടാണ് ചെയ്തതും പറഞ്ഞതുമെല്ലാം. ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് എൻ്റെ മരുമോളും മോനും ആ കല്യാണത്തിന് അവിടെ എത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കുകയാണ്. പറ്റുന്നവരെല്ലാവരും സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല കാര്യങ്ങൾ, അള്ളാഹു അംഗീകരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ വന്നത് സോഷ്യൽ മീഡിയയിലാണ്, ലൈവിലാണെങ്കിലും കൂടിയിട്ട് നന്മകൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഇതെല്ലാം അള്ളാഹു പുറത്തു തരും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇനിയും മുന്നോട്ടുണ്ടാവും. ഇതിൽ അർഹതപ്പെട്ടവർ വരുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കൂട്ടിമുട്ടാനുള്ളൊരു സാഹചര്യം ഞാൻ മൂലം ഉണ്ടായി എന്നതിൽ എനിക്ക് അള്ളാഹിനോട് ഒരുപാട് ശുക്ർ പറഞ്ഞാലും തീരില്ല. കാരണം അത്ര സന്തോഷം തോന്നുന്നു എനിക്ക്. നമ്മൾക്ക് കിട്ടുന്നത് മാത്രമല്ലല്ലോ നമുക്ക് സന്തോഷം. നമ്മളേക്കായി കൂടുതൽ മനസ്സ് പുകഞ്ഞും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് സന്തോഷം കൊണ്ട് നമ്മളെ അടുത്ത് വന്ന് അങ്ങനെ പറയുമ്പോൾ നമുക്കതെല്ലാവർക്കും സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തു കൊടുത്ത എൻ്റെ മരുമോൾക്കും എൻ്റെ മകനും ഇനി ചെയ്തു കൊടുക്കാൻ പോകുന്നവർക്കും അള്ളാഹു അവരെ കച്ചവടത്തിലും അവരെ ജീവിതത്തിലും അവരെ കുടുംബത്തിലും എനിക്കും നിങ്ങൾക്കും അവർക്കും അള്ളാഹു റഹ്മത്തും ബർക്കത്തും ചൊരിഞ്ഞു തരട്ടെ. നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളും അള്ളാഹു പൊറുക്കട്ടെ. ഒരു നന്മ ചെയ്താൽ അങ്ങനെയുള്ള നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ തെറ്റുകളിൽ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ പുറത്തു തരുമെന്ന് പറയുന്നുണ്ട്. ആ പുറത്ത് തരുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ജീവനോടെ ഉണ്ടെങ്കിൽ കേട്ടോ.